നോക്കിട്ടോ അവിടെ എത്തണം. മണി ഇപ്പം 10:45. ഒരു രക്ഷയുമില്ല. കഴിഞ്ഞ് ഞങ്ങൾ പോയ സമയത്ത് രാവിലെ ആയതുകൊണ്ട് ഓടി അങ്ങ് പോയിട്ട് ഇതാ കഴക്കൂട്ടന്ന് 1 മണിക്കൂർ ഏകദേശം എടുത്താണ് കേട്ടോ. ഫുള്ള് ബ്ലോക്കായിരുന്നു. എന്തോ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ വണ്ടിയുടെ ദൂരേക്ക് തിരിച്ചു വിടുന്ന ഭയങ്കര ബ്ലോക്ക്. മറ്റേ ഓടി പോവുമായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ PRS അവിടെ എത്തിയപ്പോൾ അവിടെയും ബ്ലോക്ക്. ഏകദേശം 12:45 ഗേസ്. 12:30 കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞാണ്. 12:45. ഇനി എത്ര മണിക്ക് അവിടെ വിളിക്കുമെന്ന് അറിയത്തില്ല. ഇനി വിളിച്ചോ ഒന്നും അറിയാൻ വയ്യല്ലോ. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഈ പോകുന്നത്. ഫസ്റ്റ് ടൈം പോയ സമയത്ത് നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഉച്ചയൊക്കെ ആയപ്പോൾ തിരിച്ചെത്താൻ പറ്റി കേട്ടോ. അപ്പം ഇതിപ്പം സെക്കൻഡ് ടൈം ആയതുകൊണ്ട് 12:30 വിളിക്കുമോ എന്തോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കുറേ ബ്ലോക്ക്. അപ്പം അങ്ങനെ അവസാനം നമ്മൾ കടമ്പകളെല്ലാം കടന്ന് PRS എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്നെ അവിടെ ഇറങ്ങിയിട്ട് ഒരു കാറ് പാർക്ക് ചെയ്യാൻ പോയി. ലേറ്റ് ആയോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് നോക്കിയിട്ട് അവിടെ കുറേ എഴുതുന്നപ്പോൾ വിളിച്ചതില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ലിഫ്റ്റിൽ നിന്ന് എടുത്താനായിട്ട്. ലിഫ്റ്റിൽ നിന്നിട്ട് നമ്മൾ ഇനി ഇത്രയും നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ കോഫി കുടിക്കാൻ നമ്മൾ പോയാണ്. ഇപ്പം ലൈറ്റായിട്ട് വല്ലതും കൊടുത്തു തീർത്തില്ലെങ്കിൽ പണിയാവും. അപ്പം തിളക സിനിമയിലെ ഡയലോഗാണ് തോളിക്കൈയിട്ട് കാലി ചവിട്ടി പോകാമെന്ന് ചന്തിക്ക് ചവിട്ടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ്. പക്ഷെ അത് നേരെ നടന്നില്ല. അങ്ങനെ നമ്മൾ ചായയും കുടിച്ചിട്ട് തിരിച്ച് കയറി വന്നു. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒത്തിരി നേരം ഇരിക്കുമ്പോൾ ധ്യാനൂസിന് ഭയങ്കര പ്രശ്നമാണ്. പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തൊക്കെ ബൈക്കുകൾ വാങ്ങിക്കുക, അച്ഛാ നമുക്ക് ഇത് വാങ്ങിക്കുക നമ്മൾ കുറേ നേരമൊക്കെ നോക്കിക്കൊണ്ടുവന്ന് അങ്ങനെ ഭാഗ്യത്തിന് ഒരു 2 മണി 2:15 2:30 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് ഗൈസ്. 30ാമത്തെ ടോക്കണാണ് കിട്ടിയത്. വിളിച്ച് ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോലെ. അപ്പോൾ ഞാൻ സമയം കാണിച്ചത് 2:15. പക്ഷേ 2:30 ആയപ്പോഴാണ് വിളിച്ചത് കേട്ടോ. പിന്നെ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പാർക്കിംഗ് ഞാൻ കഴിഞ്ഞതും കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇതുവരെ അത് കണ്ടിട്ട് കൺസൾട്ടിങ് വന്നതാണ് ഗൈസ്. ഉച്ചയ്ക്ക് വരെ ഇറങ്ങിയ വഴിയായിട്ട് വീഡിയോ ഇനി നമുക്ക് അബദ്ധം പറ്റില്ല. അയാൾ ഭയങ്കര താമസം. നമ്മൾ സെക്കൻഡ് ടൈമാണ്. നമുക്ക് വലിയ പരിചയമില്ലതാണ്. 12:30 നമ്മൾ ലൈറ്റായിട്ട് പിന്നെ ധ്യാനൂസിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഒരു ഒരു ചിക്കൻ മീറ്ററുള്ളത് വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ വീണ്ടും കയറിപ്പോയി. അത് കഴിഞ്ഞതാ ഇപ്പം ഇറങ്ങി 3:30 മണിയായി. 3:25 ഞങ്ങൾ കാണിച്ച തന്നെ. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ് ഗായ്സ്? നമ്മൾ വീട്ടിൽ പോവുകയാണ് ഗായ്സ്. അമ്മ പിച്ചിട്ട് എടുത്തിരിക്കുകയാണ് ഈ മാസം അച്ഛൻ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ബ്ലോക്ക് ഇന്നത്തെ ദിവസമേ ഫുൾ ബ്ലോക്ക് ദിവസം. പിന്നെ എന്തായിരുന്നു ശനിയാഴ്ചയാണ് തിരിച്ചു വരുമ്പോൾ ലുലു കയറാന്നൊക്കെ പ്ലാൻ ചെയ്താൽ പോയത്. എനിക്ക് ലേറ്റായി എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ട്രാവൻകൂർ മോളൊക്കെ ഇങ്ങനെ സൈഡിൽ കാണുന്നുള്ളതൊക്കെ ജസ്റ്റ് കാണിച്ച് പോകുന്നേ ഉള്ളൂ. പണ്ട് ട്രാവൻകൂർ മാളേ ഉള്ളായിരുന്നു. ലുലു വന്ന ശേഷം ഇപ്പം അതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ധ്യാനം സുന്ദരം ചോദിച്ചിട്ട് മറുപടി പറയാൻ ഇതിരുന്ന മറുപടി പോടാക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു കൊച്ചുണ്ടായപ്പോൾ ഇത് 5-6 കൊണ്ടായത് കാണാനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ കേട്ടോ. വീണ്ടും എൻ്റെ പൈസ കളയാനായിട്ട് നമ്മൾ ലുലുവിലേക്ക് കയറുകയാണ്. നമ്മൾ എത്ര കയറണ്ട വിചാരിച്ചാലും ലുലു കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടം. ഇറങ്ങുമ്പോൾ നോയിക്ക് വേണം. ഒന്നും വേണ്ടെന്ന് കൊണ്ട് കയറും. അവധിയില്ലാത്ത ദിവസമായാലും ലുലുവിൽ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി എന്ത് ക്യൂ ആണെന്ന് അറിയാമോ ഗൈസ്? സെൽഫ് സർവീസ് ലുലുവിലിപ്പം വീണ്ടും ആൾക്കാർക്ക് എന്താണ് ഗൈസ് പാർക്കിംഗ് പക്ഷേ ഫുള്ളാണ് കേട്ടോ. ജോലി സാധ്യതകൾ വീണ്ടും കുറഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ പണ്ട് ഈ ഒരു സംഭവം തരാൻ വേണ്ടി ഒരാളിരിക്കുമായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് എല്ലാം അപ്പന എടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാർക്കിംഗ് വഴി ഇതുവരെ കയറി പോയിട്ടാണ്. 2 സൈഡിലും ഇങ്ങനെ പാർക്കിംഗ് ഉണ്ടെന്നുള്ള ഇന്നാണ് അറിയാം. അപ്പൊ ഈ സൈഡ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. 2 സൈഡും കണ്ടോ കാറുകളൊന്നും വരയ്ക്കാതെ. വേറൊരു സൈഡിലൂടെ പോവാണ്ട് സ്ഥിരം പോകുന്ന അതാണ് ഈ ഫുള്ള് വരച്ചു വരിയിട്ടേ കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവർ അച്ഛനും മോനും കൂടെ പോയി 7-Up എന്തൊക്കെ വാങ്ങിക്കാൻ പോയി. ഞാനപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതൊക്കെ ആർക്ക് 3-3:30 മണി ആയതുകൊണ്ട് ചോറ് ഐറ്റംസ് ഒന്നും വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ വാങ്ങി കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂസിന് ഫൺ ഏരിയയിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് കാർഡ് നേരത്തെ റീചാർജ് ചെയ്തുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് താഴെ എന്തോ എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ട്. എന്തോ ബിൽഡിങ്ങിൻ്റെ അങ്ങനെ എന്തൊക്കെയോ നല്ല തിരക്കുണ്ടായിരുന്നിട്ട്. ശനിയാഴ്ചയും കൂടെ ആയിട്ട് പിന്നെ ഭയങ്കര തിരക്ക്. ഞാൻ ഓർക്കുന്നില്ല ശനിയാഴ്ചയാണെന്നുള്ളത്. അപ്പോൾ താഴത്തെ എക്സ്പോ ഞാൻ ജസ്റ്റ് മേലിൽ നിന്ന് എടുത്തെടുത്ത് അവിടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ ഒന്നുമില്ല, ഫുഡ് മാത്രം കഴിച്ച് ഇവനെ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയി ഈ കാറിൽ ഐറ്റത്തിലൊന്ന് കയറ്റിയതേ ഉള്ളൂ. കയറ്റിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പണ്ട് ഡൈനോസിന് ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തില്ല, കൂടെ ഇരിക്കണമായിരുന്നു. ഇപ്പം എന്തായാലും ഹൈറ്റ് വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തും. ഇപ്പോൾ ഓടിക്കാനൊക്കെ അറിയാം. വലിയ ഗമയിലും ഏതാ ബബിൾക്കൊക്കെ ചവച്ച് ഒരു കൈ കൊണ്ടോ കാർ ഓടിക്കുന്നത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കൈ കൊണ്ടൊക്കെ ഓടിച്ചെടുക്ക് പോകണം. ഒരു കൈ എടുത്ത് അപ്പുറത്തൊക്കെ ഇട്ട് ഒരു കൈ കൊണ്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഓടിക്കാൻ പഠിച്ചു കേട്ടാ.
അപ്പോൾ നമ്മളൊക്കെ ഓടിക്കുന്ന കണ്ടിട്ടുള്ള സ്റ്റൈല് ഭയങ്കര സ്റ്റൈൽ. അപ്പോൾ നമ്മളത് വെളിയിൽ നിന്ന് വീഡിയോ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അതെന്തോ പുതിയ ഐറ്റം ആണെന്ന് പോലും അതിൽ കയറിയെന്ന് കാണിക്കുന്നത്. അപ്പോൾ അവന് വെയിറ്റ് ഇത് കാണിച്ചതിന് അത്ര വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ അച്ഛനോട് പിടിച്ച് തള്ളി റെഡിയാക്കി കൊടുക്കുകയാണ്. പക്ഷെ അത് മുതലാണ് കേട്ടോ. 120 എടുത്ത് പിള്ളേർ കളിക്കുകയാണെങ്കിൽ രണ്ട് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു സംഭവം കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് ഇത് ചരിക്കാനത് പറ്റുന്നത്. ചരിക്കുന്നതനുസരിച്ചാണ് ഇത് വളയെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പിന്നെ അവിടെ വായും പോയിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവർ അച്ഛനും മോനും കൂടെ കുറേ നേരം കളിച്ചിട്ട് അവർക്ക് മതിയായപ്പോഴത്തേക്ക് അവർ വന്നു. ഏതോ 2-3 സെക്ഷനിലേക്ക് കയറ്റുള്ളൂ. ചുമ്മാതെ ഉള്ള പൈസ മൊത്തം എന്തിനാടാ കളയാൻ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. എന്തെങ്കിലും വരുമ്പോൾ ഓണത്തൊക്കെ വരുമ്പോൾ കയറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്തപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അതൊക്കെ അവനങ്ങനെ കളിക്കണമെന്ന് കാര്യമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ ഉള്ളൂ കേട്ടോ. അപ്പം അത് രണ്ടും കാണിച്ചു തരാം ഗായ്സ്. അപ്പം നോക്കുമ്പോൾ അത് താഴെ നല്ലൊരു മരം നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അതേ ഡ്രസ്സിൻ്റെ അതേ കളർ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് എനിക്കൊരു വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ അഭിനയിച്ച് കാണിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല അതേ സെയിം കളർ ഇറങ്ങിയതേ ഉള്ളൂ ഗൈസ്. 4 മണിയായി വന്നപ്പോൾ എത്ര മണി? 6:30 മണിയായി. ഒന്നും വാങ്ങിക്കണ്ട നമ്മൾ വന്നാലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകും. പിന്നെ എനിക്ക് എന്തായാലും മലക്കറിയൊക്കെ ഭയങ്കര ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൊടുത്ത് വാങ്ങിച്ചു. സാധനം നമ്മൾ ഉപ്പിലിട്ട പേരയ്ക്ക. അങ്ങനെ എല്ലായിടവും തണ്ടിപ്പറക്കി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക. അങ്ങനെ സുന്ദരൻ തട്ടുകടയിൽ നിന്ന് കുറച്ച് ലിവർ ഫ്രൈ വാങ്ങിക്കൊണ്ടു. ഇഴുന്നൊരു കൂബൂസ് വാങ്ങിച്ചു. രാത്രിത്തെ കാര്യം കുശാൽ വന്ന ശേഷം ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചപ്പോൾ സമാധാനമായി. ചായ കുടിച്ചിട്ട് ഞങ്ങൾ രാത്രി കിടന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ വെച്ച് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.